സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യമായിട്ടുള്ള അട്രാക്റ്റീവ് പോസ്റ്റേഴ്സുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലയൻറ്റ്, സ്പൈസസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ്, സ്പൈസസിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് എന്നോട് ചോദിച്ചു, എൻ്റെ ബിസിനസ്സിനകത്ത് സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യണം എന്നെനിക്കറിയാം. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് നല്ല പോസ്റ്റേഴ്സുകൾ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ലീഡ് കൊണ്ടുവരാൻ കഴിയാവുന്ന പോസ്റ്റേഴ്സ്. പലപ്പോഴും പോസ്റ്റർ ക്രിയേഷൻ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്, അഡ്വർടൈസ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു ക്രിയേറ്റീവ് വർക്ക്സ്, അതായത് ഒരു ഡിസൈനിങ് വർക്ക് മാത്രമായി കാണരുത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് വേണ്ടത് റിസൾട്ടാണെങ്കിൽ, നിങ്ങൾക്ക് ബിസിനസ്സാണ് വേണ്ടതെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു മാർക്കറ്റിംഗ് ആംഗിൾ, ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷണൽസിൻ്റെ ചിന്തയിലൂടെ ആ പോസ്റ്ററിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഡിസൈനിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം, നിങ്ങൾ സമീപിക്കണം. ഏറ്റവും നല്ല, വളരെ നല്ല കളർഫുള്ളായിട്ടുള്ള, വളരെ ഒരാൾക്ക് കാണുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടം തോന്നുന്ന, അല്ലെങ്കിൽ ഒന്ന് നോക്കിപ്പോകാൻ തോന്നുന്ന ഒരു വളരെ ക്രിയേറ്റീവ് വർക്ക്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്രിയേറ്റീവ് ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുന്ന കാര്യം. പക്ഷേ നിങ്ങൾക്ക് ആ പോസ്റ്റർ കൊണ്ട് അല്ലെങ്കിൽ ആ ക്രിയേറ്റീവ് വർക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബിസിനസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു മാർക്കറ്റിംഗ് പേഴ്സണിൻ്റെ ആംഗിളിലൂടെ ഈ സ്ഥാപനത്തിൽ, ഈ പോസ്റ്ററിനെ നമ്മൾ സമീപിക്കണം. ഞാനത് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആവശ്യങ്ങൾ? അവരെന്തിനാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങേണ്ടത്? ഇവിടെ നമ്മുടെ കസ്റ്റമർ, നമ്മുടെ ക്ലയൻറ്റ് ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് സ്പൈസസിൻ്റെ ബിസിനസ്സാണ്. സ്പൈസസ് ആണ് ബിസിനസ് ചെയ്യുന്നത്. സ്വാഭാവികമായും നോർമൽ, അതായത് ലോക്കൽ ഡിമാൻഡും ഉണ്ടാവും, പുറത്തുള്ള ലോക്കലിന് പുറത്തുള്ള മാർക്കറ്റിൻ്റെ ഡിമാൻഡ്സും ഉണ്ട്. ഈ രണ്ട് ഡിമാൻഡ്സിനെ മീറ്റ് ചെയ്യുന്ന രൂപത്തിൽ, അപ്പോൾ ഈ രണ്ട് തരത്തിലെയും കസ്റ്റമർ എന്ന് പറയുന്നത്, ലോക്കൽ കസ്റ്റമറും ലോക്കൽ മാർക്കറ്റിന് പുറത്തുള്ള കസ്റ്റമർ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ബിഹേവിയറുള്ള, രണ്ട് തരത്തിലുള്ള ആവശ്യങ്ങളുള്ള കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവരെന്തിനാണ് ഈ സ്പൈസസിനെ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അതായത് എൻ്റെ കസ്റ്റമർ ഒരു ലോക്കൽ ഹോം നീഡിന് വേണ്ടി സ്പൈസസ് വാങ്ങുന്ന കസ്റ്റമറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത് അവരുടെ ആവശ്യങ്ങൾക്ക് എങ്ങനെയാണ് ഈ സ്പൈസസ് യൂസ്ഫുൾ ആകുന്നത് എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിൽ, ഇൻഡസ്ട്രിയൽ പർപ്പസിൽ സ്പൈസസ് വാങ്ങുന്ന ഒരു ക്ലയൻറ്റിലേക്കാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ കിട്ടേണ്ടതെങ്കിൽ അവരുടെ ആ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ നീഡിന് എങ്ങനെയാണ് നമ്മളുടെ കയ്യിലുള്ള സ്പൈസസ് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ നമ്മുടെ സ്പൈസസിൻ്റെ കയ്യിലുള്ള എന്ത് വാല്യൂ അഡീഷൻസ് ആണ് അവരുടെ ഈ പ്രൊഡക്റ്റിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുക എന്നുള്ള രൂപത്തിൽ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് അതിന് പറ്റാവുന്ന ഹുക്ക് പോയിൻറ്റ്സുകളും അതിന് പറ്റാവുന്ന ഇമേജസുകളും അതിന് പറ്റാവുന്ന ടെക്സ്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്രിയേറ്റീവ് പോസ്റ്റേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് വർക്ക്സ് ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു പെയിൻ പോയിന്റിനുള്ള സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിൽ, ഒരു പെയിൻ പോയിന്റിനെ ക്യൂർ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് നമ്മളുടെ പ്രൊഡക്റ്റ് എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുന്ന കണ്ടന്റ്, വീഡിയോ കണ്ടന്റുകൾ അല്ലെങ്കിൽ ഡിസ്പ്ലേ കണ്ടന്റ് ആയാൽ പോലും ആ രൂപത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മളുടെ പ്രൊഡക്റ്റുമായി കണക്ട് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ സ്പൈസസ് 4, 5, 10 ടൈപ്പ് സ്പൈസസ് ആണ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. ഈ സ്പൈസസിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഉപയോഗം ഉണ്ടാവും, കുറേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഉപയോഗം. ഒരു പക്ഷേ അത്രയും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഉപയോഗ സാധ്യതകൾ എന്താണെന്ന് നമ്മൾ പഠിക്കുക. ആ പഠിച്ചിട്ട് അവിടെ ഇന്ന തരത്തിലുള്ള വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പൈസസ്, അവിടെ സ്പൈസസ് ഉപയോഗിക്കുന്നത്, അവ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സ്പൈസസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഗുണം ഉണ്ടാവുക, അതെങ്ങനെയാണ് നിങ്ങൾക്ക് ക്യൂർ ചെയ്യാൻ കഴിയുക. അങ്ങനെ നിങ്ങളുടെ മറ്റൊരു സിറ്റുവേഷനിലെ, മറ്റൊരു സാഹചര്യത്തിലെ പ്രശ്നങ്ങളുമായി ആ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സൊല്യൂഷൻസിനെ
ആ സൊല്യൂഷൻസിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിങ്ങളുടെ ഈ പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഏരിയയിൽ നിന്നുള്ള സെയിൽസ് ഉണ്ടാവും. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മാർക്കറ്റിലെ മറ്റ് പ്രൊഡക്ട്സുകൾ, മറ്റ് കോമ്പറ്റീറ്റേഴ്സ്, അതേപോലെ തന്നെ ഇതേ കോമ്പറ്റീറ്റേഴ്സ് തന്നെ കൊടുക്കുന്ന കുറേ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ സ്പൈസസ് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് മാർക്കറ്റിനകത്തുണ്ട്. അത്തരം പ്രൊഡക്ട്സിൻ്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫീൽഡിലേക്ക് തിരിയണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഈ സ്പൈസസ് അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ എൻഡ് റിസൾട്ടിനകത്ത് ഇന്ന ചേഞ്ചസ് ഉണ്ടാവും എന്ന് നമുക്ക് ഇപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഹിൽ ഏരിയ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന സ്പൈസസിന് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. സ്പൈസസ് എല്ലാ സ്ഥലത്തും ഒരേ ക്വാളിറ്റി ആണ്. അതുകൊണ്ട് തന്നെ സ്പൈസസിനകത്ത് അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ കൾട്ടിവേഷനകത്ത് അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, കൾട്ടിവേഷൻ്റെ ഉൾപ്പെടെ അതിൻ്റെ ഫാമിംഗ് ഉൾപ്പെടെ അതിനുശേഷമുള്ള അതിൻ്റെ കൾട്ടിവേഷൻ്റെ പ്രോസസ്സിലൊക്കെ ഇതിൻ്റെ ക്വാളിറ്റിയെ നിർണായകമായി സ്വാധീനിക്കാവുന്ന പല ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയാണ് ഞങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഇപ്പോൾ വീഡിയോ തരത്തിൽ ഉൾപ്പെടെ അവതരിപ്പിക്കാൻ കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ക്വാളിറ്റിയെ കൃത്യമായി നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ മറ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമായ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ സൈനിങ് ഓഫ്. ദിസ് ഈസ് സുഭാഷ് വിത്ത് യു. റൈറ്റ് ക്ലിക്ക്.